സാറേ, ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഈ ഉമ്മയുടെ മൊഴിയുണ്ടല്ലോ, ഈ മകന് അനുകൂലമായാണ് പറയുന്നത്. അഫാൻ തന്നെ ഉപദ്രവിച്ചിട്ടില്ല, ആ രീതിയിലാണ് നിരന്തരം മൊഴി നൽകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത്? ഒന്നാമത്തെ വിഷയം ഈ അമ്മയും മകനാണല്ലോ. മകൻ ബന്ധം എന്ന് പറയുന്ന ഒരു മാതൃത്വ ബന്ധമാണ്. അപ്പോൾ അതിലൂടെ താൻ്റെ വാക്കുകൊണ്ട് കേസ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിൽക്കില്ല. കാരണം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരൊരു ബോധാവസ്ഥയിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു നല്ല ബോധം വരുമ്പോൾ, നന്നായി സംസാരിക്കാറാകുമ്പോൾ അവർക്കത് മാറ്റി പറയേണ്ടി വരും. കാരണം സാഹചര്യ തെളിവുകളെല്ലാം എന്താണ്, എതിരാണ്. മുഴുവൻ സാഹചര്യ തെളിവും മോനെതിരാണ്. അല്ലെ എന്ന് പറയുമ്പോഴും അതിൽ അതിന്റെ ഒരു ഇരയായ പക്ഷെ അങ്ങനെ പറയുമ്പോൾ കോടതിയിൽ വലിയ പ്രധാനപ്പെട്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ടത് മാത്രമല്ല, നമുക്ക് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കണത എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനും ഇതുപോലെ ഒരു ചതിയിൽ ചെന്ന് പെട്ടു. അത് ട്രാപ്പിൽപ്പെട്ടതാണ്. അവരുടെ ട്രാപ്പിൽപ്പെടുന്നതാണ്. സുഹൃത്ത് വലിയ അവരൊരു ടീമായി ചെന്ന് പെട്ടതാണ്. പിന്നെ മയക്കുമരുന്ന് ടീമിൻ്റെ ചെന്ന് പെട്ടത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ മകനെ തിരിച്ചറിഞ്ഞു. ഒരു 6 മാസം ഉള്ള പരിപാടി അതും അച്ഛനോട് വന്ന് പറയുന്നു. അച്ഛനുമായിട്ട് ടൈപ്പാവുന്നു. അച്ഛനത് തിരുത്തുന്നു. അച്ഛൻ പിന്നെ ഈ കേസിലൊന്നും ഇടപെടുന്നില്ല. അങ്ങനെ അദ്ദേഹം കുറച്ചുകൂടി വേറൊരു മൈലേജ് കിട്ടി, വേറൊരു പിതാവിന്റെ ഒരു രൂപമായിട്ട് നിൽക്കുന്നു. ആ പിതാവ് തന്റെ മകന് പറ്റിയ തെറ്റി സമൂഹത്തോട് തുറന്നു പറയുകയാണ്, തിരുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ നിൽക്കില്ല. മറ്റേത് കുറച്ചുകൂടി നിൽക്കും. കാരണം എന്ന് പറഞ്ഞാൽ കേസിന്റെ രണ്ട് കേസ്. ഇത് അങ്ങനെ നിൽക്കത്തില്ല. ഇദ്ദേഹം 5 പേരെ ഇപ്പൊ കൊന്നിട്ടുണ്ട്. ഈ മകൻ എന്ന് പറയുന്ന ആൾ 5 പേരെ കൊന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കേസ് നിൽക്കും, എന്തായാലും അത് നിൽക്കും. മാത്രമല്ല അയാൾ തന്നെ മൊഴിയുണ്ട്. അയാൾ തന്നെ പറയാണ് ഞാൻ കൊന്നു എന്ന്. ഒരു തേർഡ് പാർട്ടി അല്ല, അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ FIR-ൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം റിഫാന്റെ തന്നെ മൊഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അമ്മ പറയുന്നത് ഒരു അതിശയം തന്നെയാണ്. കാരണം അമ്മ ശരിക്കും അങ്ങനെ പറയേണ്ടതല്ല. ആദ്യത്തെ ഒരു ഫസ്റ്റ് വികാരത്തിൽ വീണു എന്നൊക്കെ പറയുമെങ്കിലും കുറച്ചുകൂടി അമ്മയ്ക്ക് ഒരു റിയലൈസേഷൻ വരുമ്പോൾ, ഒരു ബോധവും ഒരു മനസ്സിൽ ചിന്തയൊക്കെ വരുമ്പോൾ എൻ്റെ മകൻ എന്നെ ഉപദ്രവിച്ചു എന്ന് പറയേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടും അമ്മ എന്ത് ചെയ്യുന്നില്ല? പോലീസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉമ്മയുടെ കുടുംബത്തിലെ 2 പേരെ കൂടി വകയിരുത്താനുള്ള പരിപാടി ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഇതിൻ്റെ മോട്ടിവേഷൻ? അതേ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല, ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത്. മദ്യപിച്ചത് പിന്നീടാണ്. ആദ്യത്തെ കൊലപാതകം ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടില്ല? മദ്യപിച്ചിട്ടില്ല. അച്ഛൻ പറയുന്നു പിന്നെ വലിയ സാമ്പത്തിക ബാധ്യത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മ മനസ്സ് തുറക്കണം. അമ്മ ബോധം വന്ന് ആ പകൽ എന്താണ് സംഭവിച്ചത്? 6-7 വർഷമായി അച്ഛൻ നാട്ടിലില്ല. ഇതെല്ലാം ഒരു വലിയ ദുരന്തത്തിൻ്റെ ഭാഗമാണ്. കോവിഡ് വന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വരുന്നതാണ്. അദ്ദേഹം നല്ലതായി ബിസിനസ് ചെയ്തിരുന്നതാണ് അവിടെ പോയിട്ട്. ആ ബിസിനസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് വലിയ വീട് വയ്ക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് കോവിഡ് ആവുന്നു, ബിസിനസ് തകരുന്നു, അദ്ദേഹത്തിന് അവിടെ വിസയുടെ പ്രശ്നം വരുന്നു, ഒളിവിൽ പോകേണ്ടി വരുന്നു, പല പല പ്രശ്നങ്ങൾ വരുന്നു. പ്രതിസന്ധികളിൽ അദ്ദേഹം പോകുന്നു. നാട്ടിലാണെങ്കിലോ നാട്ടിലുള്ളൊരു വലിയ വീടും വെച്ച് അതിൻ്റെ ലോണും മറ്റു കാര്യങ്ങളും അത് അടയ്ക്കേണ്ട പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങോട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ നിന്ന് വെച്ചാൽ അവരിങ്ങനെ പോകണം. അപ്പോൾ ലോൺകാർ വിളിക്കുന്നു, വേണ്ട ബഹളമായി. പിന്നെ ഇവർ ജീവിക്കുന്ന ജീവിത സാഹചര്യം പിതാവ് പറയുന്നത് തൻ്റെ ഭാഗത്ത് ഇല്ലെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. പിതാവ് അതാ ഞാൻ പറഞ്ഞ. അപ്പോൾ അതെ, നമ്മളിത് വളരെ രസകരമായിട്ട് പഠിക്കേണ്ട ഒരു കേസ് സ്റ്റഡിയാണ്. അച്ഛൻ പറയുന്നു കടമൊന്നുമില്ല, മോൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടല്ല ആദ്യ തുടക്ക സമയത്ത് ഇത് ചെയ്തത്. അപ്പോൾ എന്താണ് അയാളുടെ മോട്ടിവേഷൻ? ഏത് ക്ലാസ്സാണ് അയാൾക്ക് കിട്ടിയത്? എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണമല്ലോ ഒരു കാര്യം ചെയ്യാൻ. മാത്രമല്ല ഇവിടെ നിന്ന് പണമൊന്നും അടിച്ചുകൊണ്ട് പോയിട്ടുമില്ല. ഇയാൾ ഈ അപകടം കഴിഞ്ഞിട്ട് ഈ കൊലപാതകം ചെയ്തിട്ട് എവിടെ ചെല്ലുകയാണ്? സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അല്ലാതെ ഇവരെല്ലാവരെയും കൂടെ കുറച്ച് സ്വർണ്ണമോ പൈസ എടുത്തുകൊണ്ട് അയാൾ നാടുവിട്ട് പോയില്ല. അങ്ങനെയാണെങ്കിൽ പോയി ഇതല്ല മാല അത് മറ്റേതെന്തോ അവിടെ കൊടുക്കാൻ, കടയിലെന്തോ കൊടുക്കാനല്ല, ചെറിയ പൈസയല്ലേ ഉള്ളൂ. മാത്രമല്ല എലിവിഷൻ കഴിച്ചു. എല്ലാവരെയും കൊന്നിട്ട് ജീവിക്കണമെന്നുള്ള മോട്ടിവേഷൻ ആണെങ്കിൽ എലിവേഷൻ എടുത്ത് കഴിക്കത്തില്ലല്ലോ. അപ്പം ആകെ ഒരു കൺഫ്യൂഷനാണ്. ഈ കേസിനെ സംബന്ധിച്ച് പഠിക്കാന്ന് ഒരു സിനിമ കഥ പോലെയാണ് ഇത്. ആകെ കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷൻ്റെ ഇടയ്ക്കാണ് അമ്മ ഇനിയിപ്പോൾ മനസ്സ് തുറക്കണം. നമ്മുടെ വിഷയം അതാണ്. അമ്മ എന്ത് ചെയ്യണം? സീരിയസ് ആയിട്ട് മനസ്സ് തുറക്കണം. അന്ന് എന്താണ് സംഭവിച്ചത്? ആ ദിവസം എന്താണ് സംഭവിച്ചത്? എന്തായാലും അമ്മ മനസ്സിലാക്കേണ്ടത് ശിക്ഷ വരുമല്ലോ. മോൻ എന്തായാലും ശിക്ഷ വരും, വരാതിരിക്കാൻ കഴിയില്ല. അമ്മ ഇപ്പൊ തെറ്റ് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, അതോ ഇനി അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം, വഴക്കുണ്ടായോ, അവർ തമ്മിൽ തർക്കം നടന്നോ, വല്ല അടി നടന്നോ എന്നുള്ള ആ ഒരു റിയൽ കാര്യമുണ്ടല്ലോ, അത് പറയേണ്ടി വരും. അത് പറഞ്ഞില്ലെങ്കിൽ അതോ ഇനി ആ പകല് നടന്ന വിഷയമാണോ, ഇതിനു മുൻപ് ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ 2 ദിവസം മുമ്പ് ഒരു കൂട്ടാത്മഹത്യ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഉണ്ടോ? അതോ അത് ഫേക്ക് ന്യൂസാണോ? ഇതൊന്നും ഒരു കാര്യം അറിയത്തില്ല. എല്ലാം ആകെ നിഗൂഢതയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ചതാണ്, 2000-ലുള്ള ആളുകളാണ്, 90s അല്ല, 80s അല്ല, 2000-ലുള്ള
2000-ന് ശേഷം അത് എന്തായിരിക്കും ഇപ്പോൾ ഈ രക്ഷിതാക്കൾ അമിതമായി സംരക്ഷിക്കുന്നുണ്ടോ? കാരണം ഇന്നലെ കോഴിക്കോട് ഒരു കൊലപാതകം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ സുഹൃത്തുക്കൾ തല്ലിക്കൊന്നിട്ട് ഇപ്പോൾ അതിന്റെ ഈ സഹായങ്ങളും ഈ കുട്ടികൾ നല്ല ഊർജ്ജം നൽകുന്നത് പിതാക്കന്മാരാണ്, സുഹൃത്തുക്കളും ഒക്കെയാണ്. അത് വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥയാണ് കേട്ടോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാമാന്യ ബോധത്തിന് ദഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അമിത വാത്സല്യം ഉണ്ടായിരിക്കും, എങ്ങനെയും രക്ഷിച്ചെടുക്കുക. പ്രതിഭ MLA പറഞ്ഞു കളഞ്ഞല്ലോ. നമ്മളിതെല്ലാം കാണുകയല്ലേ. MLA എന്താ പറയേണ്ടത്? തള്ളിപ്പറയണമായിരുന്നു. കേസിൻ്റെ വഴിക്ക് പോവും. മകനെ തള്ളിപ്പറയണ്ട, കേസിൻ്റെ വഴിക്ക് പോകും. ഞാൻ അതിനകത്തൊന്നും ഇടപെടാൻ പോകില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്നതിന് അവരെന്തെല്ലാം കിടന്ന് ഉരുണ്ടു. ഇപ്പോൾ പിടിച്ച ആളെ പ്രതിയാക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുകയാണ് സമൂഹത്തിൽ. അപ്പോൾ വളരെ വല്ലാത്തൊരു സൊസൈറ്റി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇർഫാൻ്റെ അമ്മ മനസ്സ് തുറക്കേണ്ടതാണ്. ഈ സംഭവിച്ച കാര്യങ്ങൾ പറയേണ്ടതാണ്. ഫാമിലിയിൽ എന്താണ് ഉണ്ടായെന്ന് പറയേണ്ടതാണ്. അങ്ങനെ പറയുകയും ഒരു ഒളിച്ചുകളി ഫീൽ ചെയ്യുന്നു. ഒരു ഒളിച്ചുകളി ഫീൽ ചെയ്യുന്നുണ്ട്. ഒളിച്ചുകളി എന്നല്ല, ഒരു എന്തോ ഒക്കെ മറച്ചു വയ്ക്കാനും തെറ്റിനെ സംരക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു ഫീൽ ഉണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ അമ്മ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമായിരിക്കും. അമ്മയുടെ മകന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്നുണ്ടായിരിക്കും. പക്ഷേ അതിൽ നിൽക്കില്ല. ഇവിടെ പ്രശ്നം അതിനകത്ത് നിൽക്കത്തില്ല. കുറച്ചുകൂടി സങ്കീർണമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം. അപ്പോൾ അതെങ്ങനെ, എന്തുകൊണ്ടായിരിക്കും ഈ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് മക്കൾ ഈ വഴുതി പോകുന്നത്? വഴുതി പോകുന്ന 2-3 കാരണങ്ങൾ. ഒന്ന്, രക്ഷിതാക്കൾക്ക് തന്നെ എന്ത് തീർന്നിട്ടില്ല, ഈ സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിച്ച് തീർന്നിട്ടില്ല. മൊബൈൽ ഫോണിൽ നിന്ന് മൊബൈൽ ഫോണൊക്കെ എല്ലാം മക്കൾക്ക് ഇവർക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ടൂറിൻ്റെ പരസ്യം കിടപ്പുണ്ട്. ഒരു ഗവൺമെൻറ് സംവിധാനത്തിലുള്ള ടൂറാണ്. ആ ടൂറിൻ്റെ പരസ്യം എന്താണ്? വരൂ മക്കളെ അടിച്ചു പൊളിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. എല്ലാവരും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അടിച്ചു പൊളിക്കണം. അപ്പോൾ ഈ അടിച്ചു പൊളിക്കാൻ അതിനുള്ള പണമില്ല നമ്മുടെ നാട്ടിൽ, അതിനുള്ള മറ്റ് റിസോഴ്സുകളില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? സുഖങ്ങൾ തേടുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പോകും. പിള്ളേർ കഞ്ചാവിലേക്ക് പോകുന്നു, മയക്കുമരുന്നിലേക്ക് പോകുന്നു, അച്ഛനുമായിട്ട് സുഹൃത്തുക്കളെ പോലെ അച്ഛനും അമ്മയായിട്ട് പെരുമാറുന്നു. സ്കൂളിൽ പോയാൽ കോളേജിൽ പോയാൽ ടീച്ചർമാരെല്ലാം റീൽസ് എടുക്കുന്നു, ടീച്ചർമാർ DJ പാർട്ടി നടത്തുന്നു, സാറന്മാർ DJ പാർട്ടി. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ചാനലിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ 2 സാറന്മാരൊന്ന് ചോദിച്ചിരിക്കുകയാണ്, ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾ DJ ചെയ്യണ്ടേ, ഞങ്ങൾക്ക് റീൽസ് എടുക്കണ്ടേ? പറ്റൂല. അതങ്ങനെ പട്ടാളത്തിൽ ചേർന്ന മിലിറ്ററി ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കമാൻഡറൊക്കെ ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ഞാൻ പരിചയപ്പെട്ട ഒരു പരിപാടിയിൽ. ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഫേസ്ബുക്കിൽ ഇടണേ ഈ ഫോട്ടോ, ഈ പരിപാടിയുടെ എന്ന് പറഞ്ഞു. ഫേസ്ബുക്കാണ്, ഞങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിക്കൂടാ. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർ. ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിക്കൂടാ. ഡോക്ടർ ആവണമെങ്കിൽ യൂണിഫോം ഉണ്ട് ഇവിടെ, ഇല്ലേ? വക്കീലാവണമെങ്കിൽ കറുത്ത കോട്ടുണ്ട്. അധ്യാപകനാണെങ്കിലോ വല്ല യൂണിഫോം ഉണ്ടോ? കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടോ? ഒന്നുമില്ല. രാത്രി ടൂർ പോകരുതെന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, രാത്രിയേ പോവുള്ളൂ. പിന്നെ ഏതെങ്കിലും സ്കൂളിൽ പ്രിൻസിപ്പളോ HMO ചൂടാവുകയാണെങ്കിൽ, കുറച്ച് കർശനമാവുകയാണെങ്കിൽ ചില സാറന്മാർ പിള്ളേരുമായിട്ട് ടൈപ്പായി അവർക്കെതിരെ തിരിക്കും അവരെ. നല്ല രസമാണ് കാര്യങ്ങൾ നോക്കിയാൽ. തിരിച്ചിട്ട് അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു കോളേജിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, ഒരു മാനേജ്മെൻറ്റ് കോളേജ്. അവിടെ ഒരു സാറാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരെയും ടൂർ പോകുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സാറന്മാരെ ടൂർ പോകുന്നില്ല. കഴിഞ്ഞ വർഷം കണ്ട മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറ് പോയപ്പോൾ ഈ പോയ പിള്ളേരെല്ലാം കൂടി സാറിനെ റൂമിലിട്ട് ഇടിച്ച്. അപ്പം മറ്റ് സാറന്മാരൊന്നും പോകില്ല, ഈ ഒരു സാറേ പോവുള്ളൂ. ഈ സാറപ്പോൾ ടൂർ സാറാണ്. ഗുണം എന്താണ്? ബസ്സിൽ കയറുന്ന സമയം തൊട്ട് പിള്ളേർക്ക് ആവശ്യമുള്ള ഫ്രീഡം ഉണ്ട്. അങ്ങ് തുടങ്ങുകയാണ് പിള്ളേർ. എന്താണ് സന്തോഷം, എന്താണ് ഇതിനകത്ത് ആനന്ദം കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ DJ പാർട്ടി, റീൽസ്. പിന്നെ സ്കൂളുകളിലാണെങ്കിൽ സെയിം ഡ്രസ്സ്, ഒരേ കളർ ഡ്രസ്സ്, കളർ പാറ്റേൺ ഒക്കെ തീരുമാനം വന്ന് റീൽസ്. ഓണാഘോഷം പോട്ടെന്നേ, എന്ത് പരിപാടിക്കും ഉണ്ട് ഇപ്പോൾ റീൽസ് പരിപാടികൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നൽമാശ എന്താണ്, അത് നല്ല രസമല്ലേ? കാസർഗോഡ് ഒരു കേസ് വന്ന എന്താണ്, SLCക്ക് പഠിച്ചപ്പം പ്രണയിച്ചു, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് 2 കൂട്ടരും 2 വഴിക്ക് പോയി. 50-55 വയസ്സായപ്പോൾ അവർ പഴയ SLC ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ വെച്ച് വന്നപ്പോഴാണ് പഴയ പ്രണയിനി അവിടെ ഇരിക്കുന്നത്. ചെറുക്കൻ നോക്കിയപ്പം 55 വയസ്സായ ആളെ നോക്കിയപ്പോൾ പഴയ 15കാരി അവിടെ ഇരിക്കുന്നത്. അവളെ വിളിച്ചുകൊണ്ട് ഓടി. അവരും കല്യാണം കഴിച്ച് മക്കളുമായിട്ട് കഴിയുന്നവരാണ്, ഇയാളും കല്യാണം കഴിച്ച് മക്കളുമായിട്ട് കഴിയുന്നതാണ്. ഭാര്യ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചോ പറഞ്ഞു, SLCക്ക് നിങ്ങൾ പ്രണയമായിരുന്നത്. ഏത് ലോകത്തെ സ്ത്രീകത്തെ നമ്മൾ താമസിക്കുന്നത്? ചിരിക്കാനും പറ്റത്തില്ല. ഒരു യൂട്യൂബ് ചാനലിലായതുകൊണ്ട് എന്ത് ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്? മനുഷ്യന് ഭ്രാന്തായോ? അപ്പോൾ ഇത് വല്ലാത്തൊരു ലോകമാണ് കേട്ടോ, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കുട്ടികളെ സീരിയസ് ആയിട്ട് സദാചാര മൂല്യങ്ങളും
താത്വിക കഥകൾ അതൊക്കെ പഠിപ്പിക്കണം. ആശയപരമായ കഥകളൊക്കെ പഠിപ്പിക്കണം. നമ്മളെയൊക്കെ എൻ്റെ കുട്ടികൾ ഗ്രീക്ക് കഥകൾ പുസ്തക രൂപത്തിലുണ്ട്, ക്ലാസ്സിലൊക്കെ പറയും. പുരാണ കഥകൾ, ഹരിചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഏതെങ്കിലും കുട്ടികൾ ഹരിചന്ദ്രനെ കേട്ട് കാണും? ആരാണ് ഹരിചന്ദ്രൻ? അതാര്? മറ്റേ ഇവിടുത്തെ ഹരീന്ദ്രൻ നായരാണെന്ന് ചോദിക്കും പങ്കജാസൂരിയിലെ. കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സത്യം, ധർമ്മം, നീതി, ഇതിൻ്റെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഒന്നിൽ വീട്ടിൽ നിന്ന് ആളുകൾ ഇപ്പം മുതിർന്നവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ സ്കൂളിൽ ചിലപ്പോൾ സാറന്മാർ പറഞ്ഞു തരും. ഇത് ആരും ഒന്നും പറഞ്ഞു കൊടുക്കാനുമില്ല, സാരോപദേശവും ഇല്ല. കുട്ടികളെ ആരെങ്കിലും നിങ്ങളൊന്ന് ഉപദേശിച്ച് നോക്കൂ. 2 മിനിറ്റ് ഒരു കുട്ടി ഉപദേശിച്ച് കേട്ടോണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കാം. പിള്ളേർക്ക് ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല, കമ്പയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പുറത്തെ വീട്ടിലെ കുട്ടി പഠിക്കുന്നുണ്ടോ, നീ ഇവിടെ പഠിയെന്ന് പറയുന്നത് ശരിയല്ല. കമ്പാരിസൺ പാടില്ലെന്ന് പറയണം. ഓക്കെ. ഉപദേശം പാടില്ല. ഓക്കെ. തന്ത വൈബ്, തള്ള വൈബ്, എന്ത് ലോകമപ്പം. കുട്ടികളെയൊക്കെ വേറൊരു ലോകത്തിലാണ് വളർത്തുന്നത്. അതിന് പറ്റിയ സാറന്മാർ കുറച്ച് പേരേ ഉള്ളൂ, എല്ലാവരും ഇല്ല. അതിന് പറ്റിയ PTA അതും കുറച്ചേ ഉള്ളൂ. അതിന് പറ്റിയ അച്ഛനും അമ്മമാർ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. തിരുവനന്തപുരത്തൊരു പ്രമുഖ മാനേജ്മെൻറ്റ് കോളേജ്, സ്കൂള്, പ്രൈവറ്റ് സ്കൂള്, 2 നില കെട്ടിടം. 2ാം നിലയിലാണ് കുട്ടികൾ കൂടുതൽ വലിയ കുട്ടികൾ പഠിക്കുന്നത്. ഒരു പെൺകുട്ടി മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, താഴെ നിൽക്കുന്ന വേറൊരു ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ പയ്യൻ, ഈ പെൺകുട്ടി ഇറങ്ങി വന്നുകൊണ്ട് താഴെ വന്ന് നിൽക്കും. അപ്പോൾ ഇവർ മുട്ടിൻ്റെ അതുള്ള സ്കർട്ടല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് നോക്കാൻ ഈ പെൺകുട്ടിയെ കാണാം, ശരീരഭാഗങ്ങൾ പലതും കാണാൻ പറ്റും. ഇതൊരു ദിവസം അവിടുത്തെ ആര് പിടിച്ച്? പ്രിൻസിപ്പാൾ പിടിച്ച്. പ്രിൻസിപ്പാൾ പിടിച്ചുകൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ വിചാരിച്ച് ഇവനെ ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല, 8ാം ക്ലാസ്സല്ലേ, ഇവൻ്റെ അമ്മയെ ബോധവൽക്കരിക്കാം. അച്ഛൻ വിദേശത്താണ്, ഭയങ്കര കാശുകാരാണ്. അമ്മ ഇവിടെ വലിയൊരു സൊസൈറ്റി ലേഡിയാണ്. ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞത്, സൊസൈറ്റി ലേഡി കളിയാക്കി പറഞ്ഞാൽ നല്ലൊരു ആഠ്യത്വമുള്ള ജോലിയൊക്കെ ഉള്ള വലിയ ജോലി, വലിയ കാറും ഒക്കെ ഉള്ള വീട്ടുകാരാണ്. അതിന് അച്ഛൻ പ്രിൻസിപ്പാൾ ഉടനെ എന്നെ വിളിച്ചു, ചെറുക്കനെ വിളിച്ച് റൂമിൽ നിർത്തിയിട്ട് ഉടനെ എന്നെ അമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ അവർ എന്താ പറഞ്ഞാൽ ഉടനെ തന്നെ പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പം ഈ പ്രിൻസിപ്പാൾ വിചാരിച്ച് ഇപ്പം തന്നെ അമ്മയെ ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ മകൻ ശരിയാവുമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. വിളിച്ച് വെച്ച് എന്താണ് വിളിച്ചത്? അതിങ്ങനെ ചെറുക്കൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ആ സ്ത്രീ എടുത്ത ഉടനെ ചൂടായി. ഞാൻ ആ ക്ലാസ്സിൽ ആ സ്കൂളിൽ പിന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോൾ എന്നോട് പ്രിൻസിപ്പാൾ പറഞ്ഞത് ചൂടായി. എന്താ ചൂടായെന്ന് പറയുമോ? എന്താ സാറ് കാണിക്കുന്നത് ഇവിടെ? എന്താ സാറ് ധരിച്ചിരിക്കുന്നത്? എത്ര തിരക്കുള്ള ജോലിയിലിരിക്കുന്ന ആളാണ്. അവൻ താഴെ നിന്നിട്ട് കണ്ടാലെന്താ? ഇന്നല്ലെങ്കിൽ നാളെ അവൻ കാണാനുള്ളതല്ലേ. അവൻ പഠിക്കുന്നുണ്ടല്ലോ, അവൻ പഠിക്കുന്നുണ്ട്, അവൻ്റെ മാർക്കമല്ല പറഞ്ഞ കുറവില്ല. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നെറ്റിലൊക്കെ കയറി എന്തെല്ലാം കാണാൻ പറ്റും. പ്രിൻസിപ്പാളെ നിങ്ങൾക്ക് വേറെ ജോലിയില്ലെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചൂടായി. എന്തോന്ന് ലോകം. അബാക്കസിന് പഠിക്കുന്ന പിള്ളേർ എത്രാം ക്ലാസ്സിലെ പിള്ളേരാ? 8ാം ക്ലാസ് വരെയാണ് മാക്സിമം അബാക്കസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ. പിന്നെ താഴോട്ടുള്ളവരാ. ഒരു ദിവസം കുട്ടി 3 മണിക്ക് എല്ലാ ദിവസവും അബാക്കസ് ക്ലാസ് വിടും. 3 മണിക്ക് വിട്ടാൽ 3:30 3:45 വീട്ടിലെത്തണം. കുട്ടി കറക്റ്റ് 3:45 വീട്ടിലെത്തി. പക്ഷേ പിറ്റേ ദിവസം അമ്മ അബാക്കസിന് കൊണ്ട് വിട്ടപ്പോൾ അവിടെ നിന്ന് പരാതി പറഞ്ഞു, ഇന്നലെ വന്നിട്ടില്ല. മോളെ വിളിച്ച് മാറ്റി നിർത്തി വെച്ചിട്ട് ഇന്നലെ നീ വന്നില്ലേ ഇവിടെ? വന്നില്ലെങ്കിൽ 3:45 ഞാൻ വീട്ടിൽ വന്നല്ലോ ഇന്നലെ. ഏത്? ഇതാണ് കുട്ടികൾ. എന്താണ് ഇവർ കണ്ടുപിടിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്? എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ഭാഗത്തൊക്കെ. ഞാൻ കുറേ സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നതാണ്. ഒരു സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ട് ഞാൻ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വണ്ടി കയറുന്ന സമയത്ത് 2-3 പെൺകുട്ടികൾ എൻ്റെ അടുത്ത് സാറേ ആൺകുട്ടികളോടൊരു ഒരു ഇത് തോന്നുന്നു. എന്ത് തോന്നുന്നത്? അശല്ല, എന്താണ് വേറെ വാക്കാ കുട്ടി പറഞ്ഞത്? ഒരു എന്ത് തോന്നുന്നത് എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്ത് തോന്നുന്നത്? തെറ്റാണോ? ഞാൻ പറയും മക്കളെ തെറ്റല്ല, ഈ പ്രായത്തിൽ നിങ്ങൾ വരുന്ന പഠിക്കുകയെന്ന് പറഞ്ഞു. ഒരു ക്രൈസ് തോന്നുന്നത് തെറ്റാണോ? ഇതാണ് പിള്ളേരുടെ മനസ്സിൽ കിടക്കുന്നത്. ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു വിഷയമല്ല എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം ഈ വളരെ ഒരു മാസം മുമ്പ് സ്കൂളിൽ പോയി. സ്കൂൾ ഞാൻ പറയുന്നില്ല, വലിയ പ്രസിദ്ധമായ സ്കൂളാണ്. ആ സ്കൂളിൽ ചെന്ന് ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, HM, പ്രിൻസിപ്പാൾ, എല്ലാവരും സ്റ്റേജിലിരിക്കുകയാണ്, വലിയ പരിപാടി. ക്ലാസ് എടുത്തുകൊണ്ട കൂട്ടത്തിൽ ചോദിച്ചു ഇവിടെ ആർക്കും ലൈനുണ്ടോ? ഒരുത്തൻ ചാടി എഴുതിയാണ്. എനിക്കുണ്ട് സാർ, ഇത് എന്തോ വല്ല മാർക്ക് ഫസ്റ്റ് കിട്ടിയവനെ വിളിക്കും പോലെ വന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ ലൈൻ അടിക്കണ ആരുടെ? അത് അവളിന്ന് വന്നില്ല. എവിടെ? അവൾ ഗുരുവായൂർ പോയിരിക്കുന്നു. അങ്ങ് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ടീച്ചർമാരിരിക്കുന്നു, സാറന്മാരിരിക്കുന്നു, സ്കൂളിൻ്റെ ആളുകളെല്ലാം ഉണ്ട്, അവരെല്ലാം ചമ്മിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുന്നതിനും കുട്ടികൾക്ക് കുറ്റബോധമില്ല, തെറ്റ് ചെയ്യുന്നതിൽ കുറ്റബോധമില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് സാറന്മാർ, കുറച്ചേ ഉള്ളൂ, ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുന്നു, കുറച്ച് സാറന്മാർ, കുറച്ച് ടീച്ചേഴ്സ്. അവർക്കും ഈ എന്താ പറയുക, ഇത് ആഘോഷിച്ച് സംതൃപ്തി ആയില്ല. അതെല്ലാം മാറ്റേണ്ട സമയമായി. അവർക്ക് കോഡ് ഓഫ് കോണ്ടക്ട് കൊണ്ടുവരേണ്ട സമയമായി, ഡ്രസ് കോഡ് കൊണ്ടുവരേണ്ട സമയമായി, വലിയ നിയമങ്ങൾ രാജ്യത്ത് വരേണ്ട സമയമായി, കൊച്ചുകുട്ടികളെ മുതൽ നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട സമയമായി. അല്ലെങ്കിൽ ഇപ്പം
പിന്നെ വീട്ടിലുള്ളവരെ കൊല്ലുന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്ത് തുടങ്ങും? നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കൊന്നു തുടങ്ങുന്ന രീതിയിൽ പോകും. വെഞ്ഞാറമുട്ടയിൽ ഒരു കൊലപാതകം നടന്നതിന് ശേഷം എനിക്ക് വേണ്ടപ്പെട്ട കുറേ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു, വെഞ്ഞാറമുട്ടൽ അന്ന് ശിവരാത്രിയും ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ട് ചെല്ലരുത്. ഞാൻ ചെന്തു പറ്റി, ഇതിവിടെ അറിഞ്ഞില്ലേ മറ്റേ റിപ്പർ ഇറങ്ങിയെന്ന്, ഈ ചുറ്റിയായിട്ട് അടിച്ചിറങ്ങുന്ന ആൾ ഇറങ്ങിയെന്ന്. ഞാൻ എവിടെ? ഞാൻ ടി വി വെച്ച് നോക്കിയപ്പോൾ ഒരു വീട്ടിലെ ആളുകളെയാണ് കൊന്നിരിക്കുന്നത്. പക്ഷെ നാട്ടിൽ പോയ മെസ്സേജ് എന്താണെന്നറിയാമോ? അപ്പോൾ അങ്ങോട്ട് പോയി കൊന്നു, കല്ലറ പോയി കൊന്നു, ആരും ഇറങ്ങിയെന്ന് ചെറുക്കൻ ചുറ്റിയായിട്ട് ഇറങ്ങിയ ആളുകളെ കൊല്ലുന്നു എന്നാണ്. ആളുകളും പേടിച്ചാണ് ജീവിക്കുന്നത്. അമ്മയോട് മോൻ ചോദിക്കണം, എന്നെ അമ്മയില്ല, മരിച്ചുപോയി, അമ്മയെ അടിച്ചു കൊന്നു. പോലീസ് ചോദിച്ചു, എന്തിനാടാ നീ അമ്മയെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തിനാ അമ്മ എന്നെ ജനിപ്പിച്ചത്, അതിനാണ് ഞാൻ അവരെ കൊന്നത്. മൊബൈൽ ഫോണിൽ വഴക്കുണ്ടാക്കി അമ്മ വാങ്ങിച്ച് അച്ഛൻ്റെ കൊടുത്തു, അച്ഛൻ തിരിച്ചു കൊടുത്തില്ല, അച്ഛനെ തല്ലിക്കൊന്നു കിളിമാനൂർ. ഈ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വഴക്കുണ്ടാക്കണേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ശ്രീജിത്തിൻ്റെ ഏതെങ്കിലും ജീവിതകാലത്ത് ഇത് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴാ എത്ര കേസാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് വളരെ ഗൗരവമായിട്ട് സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. കൊലപാതകത്തിനോ അരുംകൊലയ്ക്കോ അക്രമത്തിനോ തോന്നിയവാസത്തിനോ ഒരു കുറവുമില്ല. എന്തൊരു സമൂഹമാണോ, എന്തൊരു സാക്ഷരതയാണെന്നറിയില്ല. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞോട്ടെ. നമുക്കൊരു സമൂഹത്തിന് രണ്ട് രീതിയിൽ സമൂഹത്തെ കൊല്ലാം. ഒന്നുകിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക, ഒരു വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക, ആ സമൂഹം നശിച്ചു പോകും, ഒരു പുരോഗതി ഉണ്ടാകത്തില്ല, കിടക്കുന്നിടത്ത് കിടക്കുകയുള്ളൂ. ഒരു വിദ്യാഭ്യാസം ഇല്ലാതിരുന്നാൽ വികലമായ വിദ്യാഭ്യാസം കൊടുത്താൽ നശിച്ചു പോകും. നമ്മളിപ്പോൾ വളരെ വികലമായൊരു വിദ്യാഭ്യാസം കൊടുത്താണ് ഈ സമൂഹത്തെ എന്ത് ചെയ്തിരിക്കുന്നത്, നശിപ്പിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ ഇവിടുത്തെ ഇപ്പം ഈ 4 വർഷം കൊണ്ട് 8 വർഷം കൊണ്ട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി മാത്രമല്ല, നമ്മളുടെ ഒരു സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്ര കേരളത്തിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. വളരെ ഗൗരവമായിട്ട് ഈ വിഷയം അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വലിയ ക്രിമിനൽസുകളുടെ ഒരു ലാൻഡ് ഓഫ് ക്രിമിനൽസ്, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയും പോലെ മയത്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ക്രിമിനലുകളുടെയും സ്വന്തം നാടായി എവിടെ മാറും? കേരളം മാറും. ഒരു തർക്കമില്ല.